നമസ്കാരം. ജോൺസൺ ടോക്സിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് കേരള ബാർ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ അഭിഭാഷകർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 വനിതാ അഭിഭാഷകരെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുകയും 5 വനിതാ അഭിഭാഷകർ ബാർ കൗൺസിൽ അംഗങ്ങളായി തീരുകയും ചെയ്തു. വിവിധ ബാർ അസോസിയേഷനുകളിലേക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന് നിഷ്കർഷിക്കുന്ന നിലപാടും കൈക്കൊള്ളുകയുണ്ടായി. വളരെ ഉചിതവും അത്യന്തം സന്തോഷകരവുമായ തീരുമാനമാണ്. കാരണം അഭിഭാഷകരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വനിതാ പ്രതിനിധികൾ എല്ലാ ഭരണസാരഥ്യങ്ങളിലും ഉണ്ടായിരിക്കേണ്ടുന്നത് ഏറ്റവും ഉത്തമമായ ഒരു തീരുമാനമാണ്. എന്നാൽ ഏകദേശം 8-9 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പുതുതായി 2 ജഡ്ജിമാരെ എലിവേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ജസ്റ്റിസ് നാഗരത്നം അവർ കടുത്ത വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. ആ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി എന്ന ജഡ്ജിയെ സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി ഗുജറാത്ത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനായിരുന്നു. പിന്നീട് അവിടുത്തെ അഡീഷണൽ പ്രോസിക്യൂട്ടറും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറുമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ഗുജറാത്തിലെ കോടതിയിലേക്ക് ഒരു അഡീഷണൽ ജഡ്ജിയായി നിയമിച്ചു. പിന്നീട് അദ്ദേഹത്തെ പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹമാണ് ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ട ജഡ്ജി. ആ നിയമനത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് നാഗരത്ന പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന കൊളീജിയത്തിൽ പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന ഡിസെൻഡിങ്ങിനെ സംബന്ധിച്ച് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ, ഒന്ന്, അദ്ദേഹം ഇന്ത്യയിലെ നിലനിൽക്കുന്ന ജഡ്ജിമാരിൽ 57-ാമൻ ആയ ഒരു ജഡ്ജിയെ സുപ്രീം കോടതിയിലേക്ക് ക്രമം വിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എന്നതായിരുന്നു അവർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം. മറ്റൊരു കാര്യം, ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത കൊളീജിയൻ തീരുമാനത്തെ സംബന്ധിച്ച സംശയങ്ങളായിരുന്നു ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടിയ കാര്യം. അതിനു പുറമെ ജസ്റ്റിസ് നാഗരത്ന വാദിശക്തിയായി ഉന്നയിച്ച മറ്റൊരു കാര്യം, 33 അംഗ ജുഡീഷ്യറിയിൽ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഏക വനിതാ ജഡ്ജി അന്ന് നിലനിന്നിരുന്നത് ജസ്റ്റിസ് നാഗരത്ന ആയിരുന്നു. അങ്ങനെ ഏക വനിതാ ജഡ്ജി ജസ്റ്റിസ് നാഗരത്ന ആയിരിക്കുന്ന ഘട്ടത്തിൽ പുതുതായി ഒരു ജഡ്ജിയെ എലിവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നിരവധി വനിതാ ജഡ്ജിമാർ, അവർ ചീഫ് ജസ്റ്റിസുമാർ എന്ന നിലയിൽ വിവിധ ഹൈക്കോടതികൾ പ്രവർത്തിയെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ യോഗ്യരായി ഉണ്ട് എന്നതുകൊണ്ട് അവരിൽ ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നതിന് പകരം 57-ാമനായ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ തിരഞ്ഞെടുക്കുന്നതിലുള്ള കൗശലമാണ് ജസ്റ്റിസ് നാഗരത്ന എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണമായി പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ആ അപ്പോയിന്റ്മെന്റ് 2030-31 വർഷത്തിലേക്കുള്ള ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് എന്നതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അപ്പോൾ ആ നിയമനത്തിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന പേരിലാണ് ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജിപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കൊളീജിയത്തിന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ച്, കൊളീജിയത്തിലെ ചർച്ചകളെ സംബന്ധിച്ച് മറ്റാർക്കും അറിയാത്തതുകൊണ്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് ഇപ്പോഴും പൊതുജനത്തിന് ലഭ്യമാവാത്ത വിവരങ്ങളാണ്. എന്നാൽ വളരെ ക്രെഡിബിളായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജസ്റ്റിസ് നാഗരത്ന ആ ഘട്ടത്തിൽ അവരുടെ ഡിസെൻഡിങ് പൊതുജന സമക്ഷം പബ്ലിഷ് ചെയ്യണമെന്ന് കൊളീജിയത്തോട് ആവശ്യപ്പെട്ടു എന്നുകൂടി നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ പുതുതായി 5 ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു.
ആ 5 ജഡ്ജിമാരിൽ ഒരു അഭിഭാഷകയെ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജസ്റ്റിസ് മോഹന കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ജസ്റ്റിസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അഭിഭാഷകയിൽ നിന്ന് നേരിട്ട് ഒരു വനിതാ ജഡ്ജി സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. എങ്കിലും ഇപ്പോഴും സുപ്രീം കോടതിയിലെ 38 അംഗങ്ങളായി ഉയർത്തിയ ജഡ്ജിമാരിൽ 2 പേർ മാത്രമാണ് വനിതാ ജഡ്ജിമാരായി ഉള്ളത് എന്നോർക്കുമ്പോഴാണ് ബാർ അസോസിയേഷനുകളോടും ബാർ കൗൺസിലുകളോടും അവരുടെ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന വിധിയിലെ വൈപരീത്യം എനിക്കും നിങ്ങൾക്കും തോന്നുന്നത്. നമ്മളുടെ വിവിധ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരായി ഉൾപ്പെടെ വനിതാ ജഡ്ജിമാർ പ്രവർത്തിക്കുന്നു എന്ന വസ്തുത നമുക്ക് എങ്ങനെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കുക? സ്നേഹിതരെ, അഭിഭാഷക സംഘടനകളിൽ, അഭിഭാഷക അസോസിയേഷനുകളിൽ, ബാർ കൗൺസിലുകളിൽ എല്ലാം തന്നെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നിഷ്കർഷിക്കുന്ന ബഹുമാനപ്പെട്ട കോടതി ആ കോടതിയുടെ അംഗസംഖ്യയിൽ, അതിലെ പ്രാതിനിധ്യത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്താൻ വരും കാലങ്ങളിലെങ്കിലും കൊളീജിയത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ജോൺസൺ ടോക്സ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.